ഹായ്, ഇന്ന് നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസ് നോക്കാം. എന്താണ് ഒരു റാൻഡം എക്സ്പെരിമെന്റ്? ഒരു എക്സ്പെരിമെന്റ് ഞാൻ നടത്തുകയാണ്. അതിന്റെ ഔട്ട്കംസ് എന്തൊക്കെയാണെന്ന് എനിക്ക് ഏകദേശം അറിയാം, പക്ഷെ എക്സാക്ട് ആയിട്ട് എന്ത് ഔട്ട്കം കിട്ടുമെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ, ഒരു കോയിൻ ഞാൻ ടോസ് ചെയ്യാണ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഹെഡ് അല്ലെങ്കിൽ ടെയിൽ ആയിരിക്കും വീഴാൻ പോകുന്നത്. പക്ഷെ ആ കോയിൻ ടോസ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് കൃത്യമായിട്ട് ഹെഡ് ആണോ ടെയിൽ ആണോ വീഴാൻ പോകുന്നതെന്ന് പറയാനായിട്ട് പറ്റുമോ? ഇല്ല. സോ അങ്ങനെയുള്ള എക്സ്പെരിമെന്റ്സ് അതാണ് റാൻഡം എക്സ്പെരിമെന്റ്. സോ ടോസിങ് എ കോയിൻ എന്ന് പറയുന്നത് റാൻഡം എക്സ്പെരിമെന്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അടുത്ത ഡെഫിനേഷൻ നോക്കാം. എന്താണ് ഒരു സാമ്പിൾ സ്പേസ്? ഒരു റാൻഡം എക്സ്പെരിമെന്റ് നമ്മൾ നടത്തുകയാണ്. സോ അതിൽ എനിക്ക് കിട്ടാൻ ചാൻസ് ഉള്ള എല്ലാ പോസിബിൾ ഔട്ട്കംസിനെയും കൂടെ ചേർത്ത് വയ്ക്കുന്ന ഒരു സെറ്റ് ആണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എസ് വെച്ചിട്ടാണ്. എക്സാമ്പിൾ നോക്കിക്കേ, ഒരു ഡൈ ഞാൻ ത്രോ ചെയ്യുകയാണ്. അപ്പോൾ എനിക്കറിയാം 1 തൊട്ട് 6 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും എനിക്ക് കിട്ടുക. സോ അതുകൊണ്ടാണ് നമ്മുടെ അവിടുത്തെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3, 4, 5 ആൻഡ് 6 എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്തത് വാട്ട് ഇസ് പ്രോബബിലിറ്റി ഓഫ് എൻ ഇവന്റ്? എന്താണ് പ്രോബബിലിറ്റി? അത് എപ്പോഴും ഒരു നമ്പർ ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ന്യൂമറിക്കൽ മെഷർ എന്ന് പറയുന്നത്. ഒരു എക്സ്പെരിമെന്റ് നമ്മൾ നടത്തുന്നു, അതിലൊരു ഇവന്റ് നടക്കാൻ എത്രമാത്രം ചാൻസ് ഉണ്ട് എന്നാണ് പ്രോബബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എ എന്ന് ഞാൻ ഒരു ഇവന്റിനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ എ എന്ന ഇവന്റ് നടക്കാനുള്ള പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എപ്പോഴും 0യുടെയും 1ന്റെയും ഇടയിലായിരിക്കും. 0, 1 എന്ന വാല്യൂസും അതിനെടുക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലുള്ള വാല്യൂ ആയിരിക്കും എപ്പോഴും പ്രോബബിലിറ്റി എടുക്കുക. നമുക്ക് എങ്ങനെയാണ് ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പൊ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഇഫ് എ റാൻഡം എക്സ്പെരിമെന്റ് ഹാസ് n ഔട്ട്കംസ് ആൻഡ് an event A has m favorable outcomes. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ്. അതായത് ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നമ്മൾ ഡൈ ത്രോ ചെയ്യുന്ന എക്സാമ്പിൾ തന്നെ എടുക്കാം. സോ ഇവിടെ ഞാൻ S is equal to ഡൈ ത്രോ ചെയ്യുമ്പോൾ നമ്മുടെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5 ആൻഡ് 6. ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. സോ എ എന്ന് പറയുന്ന ഇവന്റിനെ ഞാൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാണ്, ഗെറ്റിംഗ് 3 ഓൺ ദ ഡൈ. അതായത് ഡൈയിൽ എനിക്ക് 3 കിട്ടുന്ന ഇതിനെയാണ് ഞാൻ എ എന്ന ഇവന്റ് ആയിട്ട് വിളിക്കുന്നത്. സോ ഗെറ്റിംഗ് 3 ഓൺ ദി ഡൈ, അതാണ് എൻ്റെ എ എന്ന ഇവന്റ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എ നടക്കാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അതെങ്ങനെയാ കണ്ടുപിടിക്കുക? നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞു പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് ആണ്. അതായത് ഇവിടെ 3 നടക്കാൻ എത്ര ചാൻസസ് ഉണ്ട്? ഈ 6 ഔട്ട്കംസിൽ ഒറ്റവട്ടമേ 3 എന്ന വാല്യൂ വരുവുള്ളൂ അല്ലെ? ഇവിടെ ഒറ്റവട്ടമേ 3 ഉള്ളൂ. സോ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 1 ആണ്. ടോട്ടൽ ഔട്ട്കംസ് എത്രയാണ്? 6 ആണ്. സോ എന്റെ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 1/6 ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഒരു ഇവന്റിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്. നമുക്ക് അടുത്ത ഡെഫിനിഷൻ നോക്കാം. വാട്ട് ഇസ് എ റാൻഡം വേരിയബിൾ? എന്താണ് ഒരു റാൻഡം വേരിയബിൾ? നമ്മൾ ഓൾജിബ്ര ഒക്കെ പഠിക്കുമ്പോൾ കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ട്, കുറെ എക്സ് വെച്ചിട്ടുള്ള ഇക്വേഷൻസ് വന്നിട്ട് എക്സ് കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? എക്സ് പ്ലസ് 3 ഇസ് ഈക്വൽ ടു 5. എക്സ് ഇസ് ഈക്വൽ ടു എങ്ങനെയായിരുന്നു നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക? ഇങ്ങനെ മൈനസ് ചെയ്തൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ? ഈ എക്സിനെ നമ്മൾ എന്തായിരുന്നു വിളിക്കുന്നത്? വേരിയബിൾ എന്നായിരുന്നു വിളിക്കുന്നത്. അതായത് ഈ എക്സ് എന്ന് പറയുന്നത് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ക്യാൻ ടേക്ക് എ സെറ്റ് ഓഫ് വാല്യൂസ്. എന്ത് വാല്യൂസ് വേണമെങ്കിലും അതിനെടുക്കാം. അതുകൊണ്ടാണ് അതിനെ നമ്മൾ വേരിയബിൾ എന്ന് വിളിക്കുന്നത്. സോ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ലാംഗ്വേജിൽ ഈ വേരിയബിളിനെ വിളിക്കുന്നതാണ് എന്ത്? റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും റാൻഡം വേരിയബിളിന്റെ ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത് മാത്തമെറ്റിക്കൽ ഡെഫിനേഷൻ ആണിത്. റാൻഡം വേരിയബിൾ ഇസ് എ ഫംഗ്ഷൻ. വേറെ രീതിയിൽ പറഞ്ഞാൽ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. റാൻഡം വേരിയബിളിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എക്സ് വെച്ചിട്ടാണ്. ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം സാമ്പിൾ സ്പേസ് എസിൽ നിന്നും റിയൽ നമ്പർ സെറ്റിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ടോസിങ് 2 കോയിൻസ്, അതായത് 2 കോയിൻസ് നമ്മൾ ടോസ് ചെയ്യാം. അപ്പോൾ അവിടെ എനിക്ക് കിട്ടാനുള്ള ഔട്ട്കംസ് എന്തൊക്കെയാ? ഒന്നുകിൽ എനിക്ക് 2 ഹെഡ് കിട്ടാം, അല്ലെങ്കിൽ ഒരു ഹെഡും ഒരു ടെയിലും കിട്ടുന്ന 2 കേസ് ഉണ്ടാവാം. അതുപോലെ നാലാമത്തെ ഔട്ട്കം എന്ന് പറയുന്നത് 2 ടെയിൽ കിട്ടുന്നത്. സോ അവിടുത്തെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താ? HH, HT, TH ആൻഡ് TT. ഇതാണ് എന്റെ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അവിടുത്തെ റാൻഡം വേരിയബിൾ ആയ എക്സിനെ ഞാൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാണ് നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ്. അതായത് എനിക്ക് ഈ ഔട്ട്കംസിൽ എത്ര ഹെഡ്സ് കിട്ടി എന്നുള്ളതാണ് എനിക്ക് എക്സ് ആയിട്ട് വേണ്ടത്. അപ്പൊ ഞാൻ ഇതിനെ ഒരു ടാബുലർ ഫോമിൽ എഴുതിയിരിക്കുകയാണ്. ഔട്ട്കംസും അതുപോലെ എക്സ് എന്ന റാൻഡം വേരിയബിളിന്റെ വാല്യൂസ് എഴുതിയിട്ടുണ്ട്. ഈ 4 ഔട്ട്കംസിനെ ഞാൻ എഴുതിയിട്ടുണ്ട്. ആദ്യം HH എന്ന്
എഴുതിയിരിക്കുകയാണ്. സോ ആദ്യത്തെ ഔട്ട്കം 2 ഹെഡ് കിട്ടുന്നതാണ്. സോ അവിടുത്തെ എന്റെ എക്സിന്റെ വാല്യൂ എന്താണ് 2, കാരണം നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് ആണ് എന്റെ എക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ രണ്ടും ഹെഡ്സ് എനിക്ക് കിട്ടുന്നുണ്ട്. സോ ഇവിടുത്തെ എക്സിന്റെ വാല്യൂ 2 ആണ്. അടുത്ത എച്ച് ടി നോക്കിയാൽ ഇവിടെ എത്ര നമ്പർ ഓഫ് ഹെഡ്സ് ഉണ്ട്, നമുക്ക് ഒന്നേ ഉള്ളൂ. അതുപോലെ മൂന്നാമത്തെ കേസിൽ ഒരു ഹെഡ് കിട്ടുന്നുള്ളൂ. നാലാമത്തെ കേസിൽ ഹെഡ് കിട്ടുന്നുണ്ടോ, ഇല്ല. സോ അവിടുത്തെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതായത് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ സാമ്പിൾ സ്പേസിൽ ഓരോ ഔട്ട്കംസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ റിയൽ നമ്പറിനെ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് പറയുന്നത്, റാൻഡം വേരിയബിൾസ് ഫംഗ്ഷൻ എക്സ് ഫ്രം എസ് ടു ആർ വിച്ച് അസൈൻസ് ഈച്ച് ഔട്ട്കം എ റിയൽ നമ്പർ. അതായത് ഓരോ ഔട്ട്കമിനും നമ്മൾ ഓരോ റിയൽ നമ്പറിനെ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുക. അങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ ആണ് നമ്മുടെ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് 2 ടൈപ്പ് ഓഫ് റാൻഡം വേരിയബിൾസിനെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആൻഡ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. എന്താണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്? ആ പേരിൽ തന്നെ ഉണ്ട് എന്ത്, ഡിസ്റ്റിങ്ക്റ്റ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ്, അതായത് കൃത്യമായിട്ട് എനിക്ക് എണ്ണി പറയാൻ പറ്റുന്ന വാല്യൂസ്, അതാണ് ഡിസ്ക്രീറ്റ് എന്ന് പറയുന്നത്. അപ്പം അവിടെ ആദ്യത്തെ പോയിന്റ് ആയിട്ട് എഴുതിയിരിക്കുന്നത് ടേക്സ് കൗണ്ടബിൾ വാല്യൂസ്. അതായത് ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ്. എക്സാമ്പിൾ നോക്കിക്കേ, ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എനിക്ക് കൃത്യമായിട്ട് പറയാം, 20, 30, 50 ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റും എണ്ണി, അല്ലെ? സോ അങ്ങനെയുള്ള വാല്യൂസിനെ, അങ്ങനെയുള്ള റാൻഡം വേരിയബിൾസിനെയാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. അടുത്തത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ക്യാൻ ടേക്ക് എനി വാല്യൂ വിത്തിൻ ആൻ ഇന്റർവെൽ. അതായത് ഒരു റേഞ്ച് എനിക്ക് തന്നാൽ അതിന്റെ ഇടയിലുള്ള ഏത് വാല്യൂ വേണമെങ്കിലും ആ റാൻഡം വേരിയബിളിന് എടുക്കാനായിട്ട് പറ്റും. അതാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ. എക്സാമ്പിൾ നോക്കിക്കേ, ഹൈറ്റ് ഓഫ് എ സ്റ്റുഡന്റ്. അതായത് ഒരു സ്റ്റുഡന്റിന്റെ ഹൈറ്റ് ആണ് എനിക്ക് വേണ്ടുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഞാനൊരു നമ്പർ ലൈൻ വരയ്ക്കാണ്. നമ്പർ ലൈൻ അല്ല, ഒരു റേഞ്ച് 0 തൊട്ട് 200 വരെ ഉള്ളൊരു റേഞ്ച്. സോ എനിക്കൊരു കുട്ടിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര വേണമെങ്കിലും ആവാം. ഇപ്പൊ 150.233 ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ 180.567 ഇങ്ങനെ ഏത് വാല്യൂ വേണമെങ്കിലും. അതായത് ഈ ഇടയ്ക്ക് ഈ 0-200 എന്നൊരു റേഞ്ച് ഞാൻ കൊടുത്താൽ ഇതിന്റെ ഇടയ്ക്ക് ഏത് വാല്യൂ വേണമെങ്കിലും എന്തിനെടുക്കാം, ആ റാൻഡം ഹൈറ്റ് എന്ന റാൻഡം വേരിയബിളിനെ എടുക്കാനായിട്ട് പറ്റും. സോ നമുക്ക് കൃത്യമായിട്ട് അവിടെ എണ്ണി പറയുമല്ല, അത് മെഷർ ചെയ്ത് പറയുന്ന വാല്യൂസ് ആണ്, അല്ലെ? അപ്പോ അങ്ങനെയുള്ള റാൻഡം വേരിയബിൾസിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് തന്നെ ഒരു സ്പെഷ്യൽ ടൈപ്പ് അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു റാൻഡം വേരിയബിൾ ആണ് ബെർണൌലി റാൻഡം വേരിയബിൾ. സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. എന്താണ് ബെർണൌലി റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അതായത് ഞാനിപ്പോ കോയിൻ ടോസ് ചെയ്യാണ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ എനിക്കറിയാം ഒന്നുകിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ ആയിരിക്കും കിട്ടുക. സോ ഇവിടെ ഞാൻ എന്റെ റാൻഡം വേരിയബിൾ എക്സിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാണ്. ഹെഡ് ആണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ എക്സിന്റെ വാല്യൂ ഞാൻ 1 ആയിട്ട് എടുക്കുന്നു, ടെയിൽ ആണ് കിട്ടുന്നതെങ്കിൽ 0. അതായത് ഇവിടെ രണ്ടേ ഔട്ട്കംസേ ഉള്ളൂ. ഒന്നുകിൽ സക്സസ് എന്ന് പറയുന്നതിന് ഇവിടെ ഞാൻ തൽക്കാലം ഹെഡ് കിട്ടുന്നതാണ് സക്സസ് എന്ന് എടുക്കുന്നതെന്ന് വിചാരിക്കാം, ടെയിൽ ആണെങ്കിൽ ഫെയിലിയർ ആയിട്ട് എടുക്കുന്നു. സോ ഇവിടെ രണ്ടേ ഔട്ട്കംസേ ഉള്ളൂ. അങ്ങനെയുള്ള, അതായത് എക്സിന് ഇവിടെ 2 വാല്യൂസേ എടുക്കാനായിട്ട് പറ്റുന്നുള്ളൂ. സോ അങ്ങനെയുള്ള റാൻഡം വേരിയബിൾസിനെയാണ് നമ്മൾ ബെർണൌലി റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ബെർണൌലി റാൻഡം വേരിയബിൾ. സോ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് വരുന്ന കേസാണ് ബെർണൌലി റാൻഡം വേരിയബിൾ എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് ആർ ഡിസ്ക്രീറ്റ് ഓർ കണ്ടിന്യൂസ്. അപ്പൊ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലെങ്ത് ഓഫ് എ റാൻഡംലി സെലക്ടഡ് റാറ്റൽ സ്നേക്ക്. ഈ ലെങ്ത് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഹൈറ്റ് പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു സ്നേക്കിന്റെ ലെങ്ത് വേണം. അപ്പൊ നമുക്ക് എപ്പോഴും കൃത്യമായിട്ട് കൗണ്ടബിൾ ആയിട്ടുള്ള വാല്യൂസ് തന്നെ കിട്ടുമോ? ഒരിക്കലും ഇല്ല. കാരണം ലെങ്ത് ഹൈറ്റ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു റേഞ്ചിന്റെ അകത്ത് ഏത് വാല്യൂസ് വേണമെങ്കിലും അതിനെടുക്കാനായിട്ട് പറ്റും. അല്ലാതെ കൃത്യമായിട്ട് നമുക്കിപ്പോ 150, 170 ആയിരിക്കും ഇതിന്റെ നീളം എന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. അതിന് അതായത് പോയിന്റ് ഉൾപ്പെടെയുള്ള വാല്യൂസ് അതിനെ എടുക്കാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ ലെങ്ത് ഓഫ് എ സ്നേക്ക് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഒരു കോഴ്സിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം. അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് പറയാം. എന്താണ്, കൃത്യമായിട്ട് എണ്ണി പറയാനായിട്ട് പറ്റും. ഈ 2 കുട്ടികളാണ് രജിസ്റ്റർ ചെയ്തത്, അല്ലെങ്കിൽ 3 ആണ്, അല്ലെങ്കിൽ 10 ആണ്, ഇങ്ങനെ കൃത്യമായിട്ട് എണ്ണി എടുക്കാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്, പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫോർ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്.
അപ്പൊ പേരിൽ തന്നെ ഉണ്ട് എന്താണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ പ്രോബബിലിറ്റിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നോക്കി, ദിസ് ടെൽസ് us how probabilities are distributed over possible values of a random variable. അതായത് റാൻഡം വേരിയബിൾ എക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഓരോ വാല്യൂസിനും നമ്മൾ പ്രോബബിലിറ്റിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത്. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ 2 ബൾബുകൾ എടുക്കുക. സോ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് രണ്ടും ഓൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരെണ്ണം ഓണും ഒരെണ്ണം ഓഫ് ആയിരിക്കുന്ന 2 കേസുകൾ. ഓഫ് എന്നുള്ളതിനെയാണ് ഞാൻ ക്യാപിറ്റൽ എഫ് കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ 2 ബൾബും ഓഫ് ആയിരിക്കാം. സോ ഇവിടുത്തെ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഈ 4 എണ്ണമാണ്. സോ അതാണ് എന്റെ സാമ്പിൾ സ്പേസ്. സോ എക്സ് എന്ന റാൻഡം വേരിയബിളിനെ ഞാൻ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാണ്, നമ്പർ ഓഫ് ബൾബ്സ് ദാറ്റ് ആർ ഓൺ. ഇവിടെ എത്ര ബൾബുകളാണ് ഓൺ ആയിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എക്സിന്റെ വാല്യൂസ്. സോ നമ്മൾ വീണ്ടും ഇതിനെ ടാബുലർ ഫോമിൽ എഴുതിയിരിക്കുകയാണ്. രണ്ടും ഓൺ ആയിട്ടിരിക്കുമ്പോൾ ഇവിടെ എത്രയാണ് എക്സിന്റെ വാല്യൂ? 2 ഓൺ ആണ്. സോ നമ്പർ ഓഫ് ബൾബ്സ് ദാറ്റ് ആർ ഓൺ എന്ന് പറയുന്നത് 2 ആണ്. ഒരെണ്ണം ഓണും ഒരെണ്ണം ഓഫ് ആയിട്ടിരിക്കുന്ന കേസിൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 4ാമത്തെ കേസിൽ രണ്ടും എന്താണ്? ഓഫ് ആണ്. സോ അവിടെ നമുക്ക് ഓൺ ആയിട്ടിരിക്കുന്ന ബൾബുകൾ ഇല്ല. അതുകൊണ്ട് തന്നെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ ഇവിടുത്തെ നമ്മുടെ എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് സെറ്റ് 0, 1, 2. അതായത് ഇവിടെ 2 വട്ടം 1 വരുന്നുണ്ട്. പക്ഷെ സെറ്റില്ല, നമ്മൾ ഒരിക്കലും റെപ്പിറ്റീഷൻ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഒരു വട്ടം 1 എഴുതിയാൽ മതി. സോ ഇവിടുത്തെ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സെറ്റ് 0, 1, 2. ഇതിനെ നമ്മൾ എങ്ങനെയാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആക്കി എഴുതുന്നത് നോക്കാം. എപ്പോഴും ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടാബുലർ ഫോമിലാണ് എഴുതുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മൾ ടേബിൾ വരച്ചു. ആദ്യം എക്സ് എഴുതി, നമ്മുടെ റാൻഡം വേരിയബിൾ, അതെടുക്കുന്ന വാല്യൂസ് ആണ് 0, 1, 2. 3 വാല്യൂസ് നമ്മൾ എഴുതി. ഇനി അടുത്ത റോയിൽ നമ്മൾ എഴുതുന്നത് ഇവരുടെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ആണ്. സോ പ്രോബബിലിറ്റി നമ്മൾ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യും, അല്ലെങ്കിൽ സ്മോൾ പി ഓഫ് സ്മോൾ എക്സ് എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. എല്ലാം സെയിം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, പ്രോബബിലിറ്റി എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ ഇവിടെ നോക്കിക്കേ, ആദ്യം നമുക്ക് 0 എന്ന എക്സിന്റെ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ആണ് നോക്കേണ്ടത്. സോ ഇപ്പുറത്ത് നമ്മൾ നോക്കിയാൽ ഇവിടെ അറിയാം 0 എന്ന് പറയുന്നത് എത്ര വട്ടമാണ് എക്സിന് എടുക്കാൻ പറ്റുന്നത്? ഒരു വട്ടം. ഈ 4ാമത്തെ കേസിൽ മാത്രമേ 0 വരുന്നുള്ളൂ. സോ ഇവിടുത്തെ പ്രോബബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? പ്രോബബിലിറ്റി ഓഫ് 0 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ബൈ ടോട്ടൽ ഔട്ട്കംസ് ആണ്. ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെ 0 നടക്കാൻ പറ്റുന്ന ഒരു വട്ടമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി 1/4 ആണ്. അതുപോലെ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി എങ്ങനെയാണ് നോക്കുന്നത്? ഇവിടെ 1 2 വട്ടം സംഭവിക്കാം, അല്ലെ? ഈ കേസിലും 1 നമുക്ക് കിട്ടും. സോ ഇവിടെ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 2 ആണ്. ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറയുന്നത് 4 ആണ്. സോ ഇവിടുത്തെ നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 2/4. അതിനെ ഞാൻ ക്യാൻസൽ ചെയ്ത് സിംപ്ലസ്റ്റ് ഫോം ആക്കിയാണ് ഇവിടെ 1/2 എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്തത് എക്സ് ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി എന്താ വരിക? ഇവിടെ നമുക്ക് 2 ഒറ്റ വട്ടമേ നടക്കുന്നുള്ളൂ. സോ അവിടുത്തെ പ്രോബബിലിറ്റിയും എന്താണ്? 1/4 ആണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 1/4 എന്ന് എഴുതിയിരിക്കുന്നത്. സോ ഇതാണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അതായത് എക്സിന്റെ ഓരോ വാല്യൂസിനും നമ്മൾ പ്രോബബിലിറ്റിയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാവുന്നത്? ഇതിൽ ഏറ്റവും പ്രോബബിലിറ്റി കൂടുതൽ ഏതിനാ? 1/2 ആണ് കൂടുതൽ. അതായത് 1 നടക്കാനാണ് കൂടുതൽ ചാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബൾബ് ഓൺ ആയിരിക്കുന്ന ആ ഇവന്റ് നടക്കാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചേ, ഈ 3 പ്രോബബിലിറ്റീസും കൂടെ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് 1 ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ വേറെ രീതിയിലും കൂടെ ഡിസ്ക്രൈബ് ചെയ്യാം. ഇവിടെ നോക്കിക്കേ, ദ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് സേസ് ഹൗ ദ ടോട്ടൽ പ്രോബിലിറ്റി ഓഫ് 1 ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് വേരിയസ് പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ്. അതായത് ടോട്ടൽ പ്രോബിലിറ്റി ആയ 1നെ എക്സ് എന്ന റാൻഡം വേരിയബിളിന്റെ ഓരോ വാല്യൂസിനും എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്നതാണ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.